അത് ഞാൻ പറയുന്നത് വണ്ണം കൂടി അത്രയും എക്സ്ട്രീം ലെവലിൽ വണ്ണം വെച്ചിട്ട് അങ്ങനെ വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എത്രത്തോളം എൻ്റെ ബോഡിയിൽ അവിടെ ഇവിടെയും തൂങ്ങലുകളും ഉണ്ടായിട്ടുള്ളത് എനിക്കറിയാം. ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സക്സസ് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ എന്താ ചെയ്തതെന്നുള്ളത്. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, കാരണം നമ്മൾ ജിമ്മിൽ പോയി കുറേ കിടന്ന് വർക്കൗട്ട് ചെയ്തിട്ട് വീട്ടിൽ വന്ന് ഡയറ്റ് ഒന്നും നോക്കിയില്ലെങ്കിൽ വലിയ മെച്ചം ഉണ്ടാവില്ല. നമ്മൾ 2 കുട്ടികളുടെ അമ്മ എന്ന നിലയിൽ ജിമ്മിന് പോയതിന് ശേഷം എൻ്റെ വയറും എൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഹലോ, നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് വീഡിയോയിൽ ചിലപ്പോൾ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. നമ്മുടെ വീടിൻ്റെ മുന്നിലത്തെ റോഡ് ടാറും കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ JCB ഒന്നിങ്ങനെ മാന്തുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൗണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഞാനൊരു സാധാരണക്കാരിയാണ് ജിമ്മിൽ കേട്ടോ. അതായത് ഞാനൊരു ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാനായിട്ട് ഞാനൊരു ട്രെയിനറോ അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ ആ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളൊന്നുമല്ല കേട്ടോ. നിങ്ങളെല്ലാവരെയും പോലെ എന്നെ കാണുന്ന സാധാരണ വീട്ടമ്മമാരോ അല്ലെങ്കിൽ സാധാരണ പെൺകുട്ടികളുണ്ടല്ലോ, അവരെ പോലെ ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ 3 മാസത്തെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ അടുത്ത് പറയണത് ജിമ്മിൽ പോയിട്ട്. അത് പറയാതിരിക്കാൻ പറ്റണില്ല, കാരണം എൻ്റെ എന്താ പറയുക, പാറുണ്ടായതിന് ശേഷം ഉണ്ടായിരുന്ന എൻ്റെ ജീൻസൊന്നും എനിക്ക് ഉപയോഗിക്കാൻ പറ്റണില്ല. ഇതൊക്കെ അതായത് ഇങ്ങനെയാണ് നിൽക്കണത്, വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നിൽക്കണത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുമ്പോൾ വല്ല ബക്കിൾ പിടിപ്പിച്ചിട്ട് വേണം പോകാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഊരി പോവും. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ്, അപ്പോൾ 3 മാസത്തെ എക്സ്പീരിയൻസ് കേട്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾ ഇപ്പോൾ ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്, ജിമ്മിൽ പോയിട്ടൊരു മോട്ടിവേഷൻ കിട്ടാണ്ടിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ പോയി വേണ്ടാന്ന് വെച്ച് പോണവരാണ്, അല്ലെങ്കിൽ പോകാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ഇത് എങ്ങനെയൊക്കെ ആവും ഇതിൻ്റെ ഒരു സംഭവം എന്നൊന്നും അറിയാണ്ടിരിക്കുന്നവരാണ്. പിന്നെ ജസ്റ്റ് വെറുതെ ഒരു മോട്ടിവേഷൻ സ്റ്റോറിക്ക് കേൾക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു. എൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള 3 മാസത്തെ എക്സ്പീരിയൻസ് ആട്ടോ പറയണത്. അപ്പം ഞാൻ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ജിമ്മിൽ പോയി തുടങ്ങിയത് നവംബർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴും എനിക്ക് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് അങ്ങനെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണം അങ്ങനത്തെ ഞാൻ വീട്ടിൽ വർക്കൗട്ട് ചെയ്യണ ആളാണ്. പക്ഷെ വീട്ടിലത്തെ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ മെഷീനറീസും കാര്യങ്ങളൊന്നും ഇല്ല. ചെറുതായിട്ട് ഡംബൽ വർക്കൗട്ടും ഫ്ലോർ എക്സസൈസൊക്കെ ചെയ്യും. ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം യോഗയായിരുന്നു കേട്ടോ. വീട്ടിൽ ഞാൻ നല്ലോണം യോഗ പോസ്റ്റുകളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അത് മതി എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ ആഫ്റ്റർ 35 കഴിഞ്ഞാൽ ഒരുപാട് മോട്ടിവേഷൻ സ്റ്റോറികളും ക്ലാസ്സുകളൊക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എൻ്റെ മസിൽ ലോസ് വരാതെ മസിൽസിനൊക്കെ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഹസ്ബൻഡ് പോയിട്ട് ഹസ്ബൻഡിന് അത്യാവശ്യം മാറ്റങ്ങൾ വരുന്നത് ആൾ വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് പോയാട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കൊരു മാസത്തിൽ ഒരു 5-6 കിലോ വെയിറ്റ് ഗെയിനായി. അപ്പം ഞാൻ വിചാരിച്ചേ ദൈവമേ, പക്ഷെ ആൾക്ക് കണ്ടറിയില്ല, ആയിട്ട് തോന്നുന്നില്ല. കാരണം ആളുടെ വെയിറ്റ് 52 ആൾ പോകുമ്പോൾ. ഇപ്പം ആൾക്ക് 59, 58, 59 ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് നടന്ന വെയിറ്റ് ഗെയിൻ. അപ്പം എനിക്ക് പെട്ടെന്നൊരു മോട്ടിവേഷൻ കിട്ടി, ദൈവമേ ആൾക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടായി, ആൾ പോയ കാര്യം നടന്നുല്ലോ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നാ പിന്നെ എനിക്കും പോകണം. അപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ പാറുവിൻ്റെ ഡെലിവറിയുടെ സമയത്ത് ഞാൻ 80 കിലോ, ഞാൻ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാം, 80 കിലോനായിരുന്നു. എന്നിട്ട് ഞാൻ ഏകദേശം ഒരു 60, 63, 64, 65 ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. കാരണം നമ്മുടെ ഡയറ്റും കാര്യങ്ങളും ഉണ്ണി നോക്കാൻ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് എൻ്റേതായിട്ടുള്ള റുട്ടീൻ കറക്റ്റായിട്ട് ചില സമയത്തൊന്നും ഫോളോ ചെയ്യാൻ പറ്റാറില്ല. ഉണ്ണിക്കൊക്കെ വല്ല വയ്യായും, ഇപ്പം പാറുവിന് 3 വയസ്സ് ആയി. അപ്പം കറക്റ്റ് വല്ല വയ്യായും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യവും കയ്യിൽ നിന്ന് പോവും. അപ്പോൾ വീട്ടിലൊരു ഹെൽപ്പിന് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്മമാരൊക്കെ നാട്ടിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനും ചേട്ടനും മോളും പാറു മാത്രമേ ഉള്ളൂ. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ കാര്യം അവിടെ കിടക്കും. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഈ 60 താഴത്തേക്ക് ആവുണ്ടായിരുന്നില്ല. ഞാൻ പാറുവിൻ്റെ ഡെലിവറിക്ക് മുന്നേ ഞാനൊരു 55, 56 ആ ഒരു ലെവലിൽ കീപ്പ് ചെയ്ത് പോയ ആളായിരുന്നു. അത്യാവശ്യം എനിക്ക് നല്ല ആ സമയത്ത് ബോഡിയിൽ പ്രശ്നങ്ങൾ, ബോഡി ഫിറ്റ് ആയിരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു വെയിറ്റിൽ. അതുപോലെ തന്നെ ബോഡിയിൽ നമുക്ക് ബാക്ക് പെയിൻ, മുട്ടുവേദന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോൾ 36 ആണ് ഈ ഫെബ്രുവരിയിലായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ജിമ്മിൽ പോയിട്ട് 3 മാസമായ ദിവസമാണ്. അതായത് ഫെബ്രുവരി 18 ഞാൻ വീഡിയോ എടുക്കുന്നത്. നവംബർ 18 ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വെയിറ്റിൽ നിന്ന് എനിക്ക് അങ്ങോട്ട് താഴണം, അല്ലെങ്കിൽ അപ്പം ഞാൻ വെയിറ്റ് ചെയ്യുക ഒരു 60 ആയിണ്ടായിരുന്നു. എന്നിട്ട് ജിമ്മിൽ പോണ സമയത്ത് ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, എനിക്ക് 57 കിലോ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ഒന്ന് ഉണ്ണി ഇത്തിരി കൂടി വലുതായില്ല. അപ്പോൾ 3 വയസ്സായി ആവണു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒന്ന്
എനിക്ക് പിടിക്കാൻ പറ്റി എൻ്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാൻ 57 കിലോയിലായിട്ടാണ് ഞാൻ ജിമ്മിൽ. അപ്പം ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു വെയിറ്റ് നന്നായി അത്യാവശ്യം ഒരു മനസ്സിലുള്ളൊരു വെയിറ്റ് ഉണ്ട്, ആ വെയിറ്റ് കുറഞ്ഞതിന് ശേഷം ഞാൻ ജിമ്മിൽ പോവുള്ളൂ എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് കുറച്ച്, എനിക്ക് 55 ആയിട്ടുണ്ടായിരുന്നില്ലെങ്കിലും 57, 56 ആ ഒരു റേഞ്ചിലായപ്പോൾ ഞാൻ ജിമ്മിൽ ചേർന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ ഞാൻ ജിമ്മിൽ ചേർന്നു. അപ്പോൾ ഞാൻ നവംബർ സ്റ്റാർട്ടിങ്ങിൽ ചേരാമെന്ന് വിചാരിച്ചാലും ഞാൻ നവംബർ 18 ആയപ്പോഴാണ് അങ്ങോട്ട് കയറി ചെന്നത്. അപ്പോൾ നമ്മുടെ കോച്ച്, ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നത് ഒരു ലേഡീസ് എന്താ പറയുക ജിമ്മായിരുന്നു, ലേഡീസ് ഓൺലി. അപ്പോൾ ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്ന ജിമ്മ് അടിപൊളി, എന്താ പറയുക, എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുള്ള ഫുൾ AC ആയിട്ടുള്ള അടിപൊളി ജിമ്മായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ജിം കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇതുണ്ടായിരുന്നു അങ്ങനെ. പക്ഷെ ജിമ്മ് നന്നായതുകൊണ്ട് കാര്യമില്ല, നമ്മൾ വർക്കൗട്ട് ചെയ്യണം, നല്ല കോച്ച് വേണം, ഇതൊക്കെ അതിൻ്റെ വേറെ ഭാഗം കേട്ടോ. അപ്പം ഞാൻ ചെന്നിട്ട് ഞാനും അമ്മും കൂടിയിട്ടാണ് പോയത്. അമ്മൂനും വെയിറ്റ് കുറഞ്ഞതിന് ശേഷം കേട്ടോ അമ്മൂനും കൊണ്ടുപോയത്. ഇപ്പോൾ അമ്മു നിർത്തി, കാരണം ഒന്നാമത്തെ അമ്മു നല്ലോണം വെയിറ്റ് കുറഞ്ഞു, രണ്ടാമത്തെ അമ്മൂന് നല്ല മടി വന്നിട്ടുണ്ട്, മൂന്നാമത്തെ കാര്യം അമ്മൂന് രാവിലെ ഞങ്ങൾ നേരത്തെ എനിട്ടാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മൂന് മടി വന്നു, പിന്നെ ഉറക്കം. പിന്നത്തെ കാര്യം അമ്മു അത്യാവശ്യം അവൾക്ക് NCC അതുപോലെ തന്നെ സ്കൂളിൽ പോക്കുവരെ ഇതൊക്കെ ആയിട്ട് തന്നെ അവൾ അത്യാവശ്യം ടയേർഡാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവൾ തന്നെ പറഞ്ഞു എനിക്കിനി വരാൻ പറ്റണില്ല അമ്മ, എനിക്ക് പിന്നെ പഠിക്കാണ്ട് രാവിലെ എനിറ്റാലും അവിടെ നിന്ന് കൂടി ഒന്ന് സ്കൂളിൽ പോക്കാണ് ജിമ്മിൽ നിന്ന് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം പഠിക്കാൻ കിട്ടുന്ന ടൈമും കൂടി ആണല്ലോ. അപ്പം തന്നെ അവൾ നിർത്തിയിട്ടോ. അപ്പോൾ ഈ മാസം തുടങ്ങി അവളില്ല. അപ്പോൾ എനിക്ക് എന്താ പറയുക, നമ്മുടെ കോച്ച് എനിക്ക് അത്യാവശ്യം എനിക്ക് വാമപ്പ്, അവിടുത്തെ ഒരു ജിമ്മിലൊരു വാമപ്പ് ഉണ്ടല്ലോ, ഈ വാമപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ ഞങ്ങൾക്കൊരു ചാർട്ട് ഉണ്ട്, അതായത് ഓരോ ദിവസം എന്നും ഒരേ വർക്കൗട്ടല്ല, ഓരോ ദിവസം ഇന്ന വർക്കൗട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വീക്കിലി ചാർട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതിൻ്റെ ഫോണിൽ നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ നമുക്ക് മെഷീനറീസ് എന്താണ്, ഇതിൻ്റെ പേരെന്താണ്, ഇതിന്റെ ഉപയോഗം എന്താണ് ഒന്നും അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ജിമ്മിൽ ചെന്നെല്ലാം പരിചയപ്പെട്ട് എല്ലാ മെഷീനറീസിലൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക പ്രവർത്തനം എങ്ങനെയാന്നൊക്കെ ഉള്ളത് നമ്മൾ ചെയ്ത് നോക്കി. അതിനുശേഷം പിന്നെ നമുക്ക് വർക്കൗട്ട് തന്നെ. അപ്പം 2 ദിവസം അനക്ക 8-10 നടക്കണ്ടായിരുന്നു ജിമ്മിൽ പോയിട്ട് 2 ദിവസം. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുമെങ്കിലും അങ്ങോട്ട് ആണെങ്കിൽ ഇങ്ങനെയായിരുന്നു സംഭവം. കാരണം നമ്മുടെ ശരീരം മൊത്തത്തിലൊന്ന് എല്ലാ മസിൽസൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് പണിയെടുത്തു, അതാണ് കാര്യം. 2 ദിവസത്തേക്ക് ആ ജിം അവിടെ നിന്ന് തന്നെ പറഞ്ഞു കേട്ടോ, 2 ദിവസത്തേക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. സ്റ്റെപ്പില്ലേ നമ്മുടെ മുറ്റത്തേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തന്നെ തൊട, അതുപോലെ നമ്മുടെ ഈ ഒരു ബട്ടക്സിന്റെ ഭാഗം, ഈ ഭാഗം കൈയിൻ്റെ ഇവിടെ എല്ലാ ഏപ്പുകളും എല്ലാ ഏരിയയും മൊത്തം 2 ദിവസത്തേക്ക്. എനിക്ക് 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര അമ്മൂന് അത്രയ്ക്കില്ല, കാരണം അമ്മൂന് എൻ്റെ അത്രയ്ക്കുള്ള വർക്കൗട്ട് കൊടുത്തിരുന്നില്ല, കുട്ടിയല്ലേ. പക്ഷെ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം 2 ദിവസം ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി. എന്നാലും നമ്മൾ നിർത്തരുത്, നമ്മൾ 2 ദിവസം ഉണ്ടെങ്കിലും നമ്മൾ ജിമ്മിൽ ചെന്നിട്ട് വാമപ്പ് കഴിയുമ്പോൾ തന്നെ നമുക്കൊന്നൊരു സെറ്റാവും. പിന്നെ വീട്ടിൽ വന്നിട്ടാണ് ബാക്കി നമ്മളിങ്ങനെ വെറുതെ ഇരിക്കണ ടൈമാണ്, ആ ടൈമാണ് നമുക്കൊരു വേദന തോന്നുള്ളൂ. പക്ഷെ ഞാൻ നിർത്തിയൊന്നുമില്ല കേട്ടോ, 2 ദിവസം നമുക്ക് വേദന എടുത്താലും പോയി. അത് കഴിഞ്ഞപ്പോൾ സെറ്റായി, എല്ലാ പെയിനൊക്കെ മാറി. പിന്നെ നമ്മൾ ഓരോ മെഷീനറീസ്, അതായത് ഓരോ മെഷീനുകളുടെ ഉപയോഗങ്ങൾ എങ്ങനെയാണത് കറക്റ്റ് ചെയ്യണത്, എങ്ങനെ നമുക്ക് കോച്ച് കാണിച്ചു തന്നാലും നമുക്ക് തന്നെ നമ്മൾ ചെയ്യുമ്പോഴും ഇത് ശരിയാണോ എന്നുള്ളത് നമുക്ക് കോച്ചിനെ വിളിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണത് ചെയ്യണത് ശരിയാണോ എന്നുള്ളത്. അതുപോലെ തന്നെ ഡംബിൾസ് ആണെങ്കിൽ പിടിക്കണത് ശരിയാണോ, നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇവിടെ നമുക്കൊരു ഹോൾഡ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യണമല്ലോ, അതൊക്കെ ശരിയാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കണം. അപ്പം ഞാനങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ അത്യാവശ്യം കോച്ച് കാണിച്ചു തരുമ്പോൾ തന്നെ അവരുടെ കൈ എങ്ങനെ ടൈറ്റ് ആവണു, അവരുടെ കൈ എങ്ങനെ ലൂസ് ആവണു, അവർ ഈ ഭാഗം ജസ്റ്റ് ഇങ്ങനെ പിടിക്കുന്നുണ്ടല്ലോ, അത് എത്രത്തോളം നമുക്ക് അങ്ങനെ അവർ പിടിക്കുന്നുണ്ട്, അതുപോലെ എല്ലാം ഞാൻ നന്നായി നോട്ട് ചെയ്തിട്ട് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ചെയ്യാറ് കേട്ടോ. അങ്ങനെ എനിക്ക് ജിമ്മിൽ ആദ്യമായിട്ട് പോകണവരോട് പറയാനുള്ളത്, നമ്മൾ 1 മാസം കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മൾ തീരെ പ്രതീക്ഷിക്കരുത്. ഓക്കെ, 3 മാസത്തിൻ്റെ ഉള്ളിലാണ് നമുക്ക് ചിലപ്പോൾ നമുക്കൊരു 2 മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഒരു 3 മാസം കഴിഞ്ഞാലാണ് നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർ പറയാ മാറ്റായില്ലോ അങ്ങനെ പറയാ. പക്ഷെ മാറ്റായി എന്ന് പറയണമെങ്കിൽ നമ്മൾ അവിടെ അത്യാവശ്യം നമ്മളവിടെ വർക്ക് ചെയ്യണം. അപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് കേട്ടോ, എല്ലാവരും ഇങ്ങനെയാണെന്ന് അറിയില്ല, ഞാനങ്ങനെ സംസാരിക്കാൻ അങ്ങനെ നിൽക്കാറില്ല. നമ്മൾ ചെല്ലുന്നു, ഞാൻ ആദ്യം വാമപ്പാണ് ചെയ്യുക. വാമപ്പിൽ പിന്നെ നമുക്കന്നെ റുട്ടീനായി. പിന്നെ കോച്ച് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രം ചോദിച്ചാൽ മതി. വാമപ്പ് എന്തായാലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് വാമപ്പ് എന്നുള്ളത്. അപ്പം ഞാൻ ചെയ്യണത് ആദ്യം ജസ്റ്റ് ഒരു 2 മിനിറ്റ് ധ്യാനം അത് ചെയ്യും, ബ്രീത്ത് ഔട്ട് അത് ചെയ്യും. അതിനുശേഷം നെക്ക് തുടങ്ങിയിട്ട് നമ്മുടെ
നമ്മുടെ തള്ളവിരലില്ലേ അവിടം വരെ നമ്മൾ ഒന്ന് എന്താ പറയുക ഒന്ന് ആക്റ്റീവ് ആക്കും ബോഡീനെ. അതാണ് ഞാൻ ആദ്യം ചെയ്യുക. നെക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യും ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യണത് നെക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഒരു ഷോൾഡറാണ്, അത് ചെയ്യും. പിന്നെ ഷോൾഡറിൽ നിന്ന് നേരെ നമ്മൾ ഈ ഒരു സംഭവം ചെയ്യും ഷോൾഡറിൽ നിന്ന് തന്നെ. ഓക്കെ, അത് ഒരു 10 റൗണ്ടാണ് ചെയ്യുക, ഇങ്ങോട്ടും ഇങ്ങോട്ടായിട്ട്. പിന്നെ നമ്മൾ ചെയ്യണത് അടുത്തത് നമ്മൾ നേരെ വരുന്നത് പിന്നെ നമ്മുടെ എന്താ പറയുക കൈയിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതും നമ്മളൊന്ന് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. അതൊരു നമ്പർ വെച്ചിട്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഹിപ്പിൻ്റെ ഏരിയ അത് നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്യും. ഞാൻ ഇവിടെ വെക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യണത് നേരെ നമ്മുടെ മുട്ടുകളാണ്. അതൊന്ന് ട്വിസ്റ്റ് ചെയ്യും, റൗണ്ട് ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ എന്താ പറയുക കാലുകളൊന്നും ഇങ്ങനെ നിങ്ങൾക്ക് കാണുമോയെന്ന് അറിയില്ല, ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യും നമ്മുടെ ആ കാലിൻ്റെ ഏരിയ, അങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണ് തുടക്കം. പിന്നെ അത് ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മെയിനായിട്ട് അതിൽ നമ്മുടെ വാമപ്പ്, ആ ഒരു ബോഡി വാമപ്പ് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ചെയ്യണത് ജമ്പിങ് ജാക്സ്, ബർപ്പീസ്, അതുപോലെ തന്നെ മൗണ്ടൻ ക്ലൈമ്പിങ്സ്, അതുപോലെ തന്നെ ഹൈ നീസ്, ഇങ്ങനത്തെ കുറച്ച് നമുക്ക് അത്യാവശ്യം മൊത്തത്തിൽ നമുക്കൊരു ഹാർട്ട് റേറ്റ് കൂട്ടുന്ന സംഭവങ്ങളിൽ അത് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ സ്കിപ്പിങ് ഒരു 50 വരെ സ്കിപ്പിങ് ചിലപ്പോൾ ഞാൻ 100 ചെയ്യും. അത് നമുക്ക് ടൈമിനനുസരിച്ച്. നമുക്ക് ഈ കോർ വർക്കൗട്ടും അതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ചുള്ള വർക്കൗട്ടുകളുണ്ട്. അതിൽ കോർ വർക്കൗട്ടും പിന്നെ നമുക്ക് കാർഡിയോ വർക്കൗട്ട് എല്ലാവരും കൂടിയിട്ടാണ് ചെയ്യണത്. അപ്പം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനല്ല, എല്ലാവരും വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം, ഒരുമിച്ചാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എനിക്കത് 50 എണ്ണം പറ്റുള്ള സ്കിപ്പിങ്. അപ്പോഴേക്കും എല്ലാവരും വരുമ്പോൾ ഞാൻ നിർത്തിയിട്ട് പിന്നെ എല്ലാവരും കൂടെ കൂടും വർക്കൗട്ട് ചെയ്യാനായിട്ട്. ബാക്കിയുള്ള ദിവസങ്ങൾ ഒറ്റയ്ക്ക് നമ്മൾ ചെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ 100 ചെയ്യാറുണ്ട്. ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 50 ആണെങ്കിൽ 50 പറ്റുള്ളൂ എന്ന് വെച്ചെങ്കിൽ അങ്ങനെ ആക്കും. അങ്ങനെ കേട്ടോ. അപ്പോൾ അത് സ്കിപ്പിങ് ചെയ്തിട്ട് അവസാനിപ്പിക്കും. പിന്നെ നമ്മുടെ അന്നത്തെ വർക്കൗട്ട് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യും. അങ്ങനെയാണ് എൻ്റെ ഒരു വർക്കൗട്ടിൻ്റെ ഒരു റുട്ടീൻ വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ ചെസ്റ്റും ട്രൈസിപ്സ് ആണെങ്കിൽ നാളെ ബാക്കും ബൈസിപ്സ് അങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഓരോ ദിവസം ഓരോന്നാണ്. ഞങ്ങൾക്ക് വരുന്നത് ചൊവ്വാഴ്ചയും അതുപോലെ വ്യാഴാഴ്ചയാണ് ഗ്രൂപ്പ് വർക്കൗട്ട്. അതായത് ചൊവ്വാഴ്ച നമുക്ക് കോർ വർക്കൗട്ട് എല്ലാവരും കൂടി ആപ്സിനുള്ളതാണ് ചെയ്യുക. പിന്നെ വ്യാഴാഴ്ച നമുക്ക് കാർഡിയോ ആണ്. അത് അത്യാവശ്യം നല്ല രീതിക്കുള്ള പണിയെടുക്കുന്ന വർക്കാണ്. അതെല്ലാവരും കൂടി ഒരുമിച്ചാണ് ചെയ്യണത്. ബാക്കി പിന്നെ നമുക്ക് ഫ്രൈഡേ ആണ് ഇപ്പം നമുക്ക് ലെഗ് വരുന്നത്. ലെഗ് ഡേ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്യണത്. പിന്നെ ഞാൻ 2.5 ഡംബൽസ് എടുത്തിട്ട് ഇപ്പം ഞാൻ 7.5 വരെയാണ് ഞാൻ എടുത്ത് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, നമ്മൾ പൈസ കൊടുത്തിട്ട്, ഞാൻ സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന പൈസയാണ് ഞാൻ ജിമ്മിൽ കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കുള്ളിലൊരു ചിന്ത വേണം, പൈസ കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്തിനാ വന്നേന്നുള്ളൊരു കാര്യം നമുക്ക് വേണം. പക്ഷെ നമുക്കിത് ഒരു ദിവസം കൊണ്ട് കിട്ടില്ല എന്നുള്ള ചിന്ത നമുക്ക് വേണം. അതുപോലെ തന്നെ നമ്മൾ കഷ്ടപ്പെട്ടാലാണ് നമ്മൾ വിചാരിച്ച ആ ഗോളിലേക്ക് നമുക്ക് എത്താൻ പറ്റണോ എന്നുള്ള ചിന്ത വേണം. പിന്നത്തെ കാര്യം, നമ്മൾ വർത്താനം പറഞ്ഞു നിൽക്കുന്ന ഓരോ സമയവും നമ്മളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായ? നമ്മൾ ചിലർ കണ്ടിട്ടില്ലേ, നമ്മൾ ഇതിൽ തന്നെ കണ്ടിട്ടുണ്ട്, റീൽസിൽ തന്നെ വന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ മറ്റേ കഥയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് നമ്മൾ ഞാൻ തീരെ അങ്ങനെ ഇരിക്കാറില്ല. ജസ്റ്റ് ആവശ്യത്തിന് കാര്യങ്ങൾ സംസാരിക്കും, പെട്ടെന്ന് നമ്മുടെ വർക്കൗട്ടിലേക്ക്. കാരണം ഒന്നാമത്തെ നേരമില്ല. ഞാൻ പോണ സമയം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് 5:50 ഒക്കെ ആകുമ്പോൾ ഇറങ്ങും. അതുപോലെ തന്നെ ഞാൻ വർക്കൗട്ട് കഴിയും ഒരു 7:30 ഞാൻ എൻ്റെ വർക്കൗട്ട് അവസാനിപ്പിക്കും. കാരണം എൻ്റെ മോൾക്ക് സ്കൂളിൽ പോകണം, എൻ്റെ ചെറുത് ഇവിടെ ഉണ്ട്, ചേട്ടന് പോകണം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ സമയം കൈ പിടിച്ചിട്ടാണ് ഞാൻ അവിടെ ചെയ്യുക. പക്ഷെ അത്യാവശ്യം നല്ല റിലാക്സ് ചെയ്തിട്ട് ഞാൻ ചെയ്യാറ്. അപ്പം അതിൽ ഞാൻ വേറെ കോംപ്രമൈസിന് നിൽക്കാറില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഇത് ശ്രദ്ധിക്കണം. നമ്മൾ ചെന്നാൽ നമ്മുടെ കാര്യം ചെയ്യുക. പക്ഷെ വർത്താനം പറയണ്ടെന്നൊന്നല്ല, നമ്മുടെ കാര്യം കഴിഞ്ഞിട്ട് ബാക്കി എന്താ പറയുക, സ്ട്രെച്ച് ചെയ്യണ സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. അത്രേ ഉള്ളൂ. ഞാൻ പരമാവധി അങ്ങനെ നിൽക്കാറില്ല. സംസാരിക്കണ്ടെന്നല്ല, നമ്മൾ വന്ന കാര്യം കറക്റ്റായിട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ വർക്കൗട്ടുകൾ കഴിഞ്ഞിട്ട് സ്ട്രെച്ച് ചെയ്യണത് നിർബന്ധമാണ്. അത് അത്യാവശ്യം എന്താ പറയുക, സമയം എടുത്ത് തന്നെ സ്ട്രെച്ച് ചെയ്ത് നമ്മുടെ ബോഡീനെ ഒന്ന് റിലാക്സ് ചെയ്യും. പിന്നെ ഞാൻ വെള്ളം കുടിക്കും. ഇതാണ് എൻ്റെ റുട്ടീൻ. അതിന് ശേഷം ഞാൻ പതുക്കനെ നടന്ന് തന്നെ പോരുക. അപ്പോൾ ഞാൻ നടന്ന് പോകുമ്പോഴും തിരിച്ച് നടക്കുമ്പോഴും എനിക്ക് ചെറിയൊരു വാക്കിംഗ്, ആ ഒരു എക്സസൈസും കൂടി കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ത്രെഡ്മില്ലിൽ ആദ്യമൊക്കെ നടന്നിരുന്നു, പിന്നെ നടന്നിട്ടില്ല. പിന്നെ ഞാൻ എന്താ പറയുക, സൈക്ലിങ് ചെയ്യും. പിന്നെ ഒരു ടെസ്റ്റ് ചെയ്യണ ഒരു ഇതില്ല, അത് ചെയ്യാറുണ്ട്. എനിക്ക് കൊറോണത്തിൻ്റെ പേരൊന്നും അങ്ങനെ ഞാൻ പഠിച്ച് വരണേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ കുറച്ച് എക്സ്ട്രാ ചെയ്യൂട്ടോ. അതായത് നമ്മുടെ വർക്കൗട്ട്, ഡെയിലി വർക്കൗട്ട് കഴിഞ്ഞിട്ട് ലെഗ് ഡേയും പിന്നെ നമ്മുടെ കോർ വർക്കൗട്ടിൻ്റെ അന്നും കാർഡിയോൻ്റെ അന്നും
കൂടുതൽ വേറെ സെപ്പറേറ്റ് ചെയ്യാറില്ല. ബാക്കി ദിവസങ്ങളിൽ നമ്മുടെ വർക്കൗട്ട് നമുക്കുള്ള വർക്കൗട്ട് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഒരു 10-15 മിനിറ്റ് കാർഡിയോ മാതിരി മറ്റുള്ള ചെറിയ ചെറിയ വർക്കൗട്ടുകൾ, അതായത് മെഷീൻ വർക്കൗട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മുടെ എന്താ പറയുക ജിമ്മിൽ ചെയ്യണ കാര്യങ്ങൾ. ഇനി ജിമ്മിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലൊരു കോച്ച് വേണം. നമ്മൾ ചെയ്യണ കാര്യങ്ങൾ കറക്റ്റ് ആണെന്നും നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമുക്കത് വന്ന് തിരുത്തി തരാനും നമുക്ക് ചെറിയൊരു സപ്പോർട്ടിനും ഒക്കെ നമുക്ക് പിന്നെ നമുക്ക് നമ്മുടെ ഇതിനനുസരിച്ച് നമ്മൾ എന്താണോ, ഞാൻ അവിടെ പറഞ്ഞത് എനിക്ക് വെയിറ്റ് ലോസ് അപ്പം ആ സമയത്ത് അത്യാവശ്യം ആയി ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് വേണം, പ്ലസ് നമുക്ക് അത് മാനേജ് ചെയ്ത് പോകണം, പ്ലസ് എനിക്ക് എന്താ പറയുക മസിൽ സ്ട്രെങ്തനിങ് ആണ് മെയിനായിട്ട്. 35 കഴിഞ്ഞാൽ നമുക്ക് കുറേശ്ശെ മസിൽ ചോർന്നിട്ട് ഇങ്ങനെ ബിളിന്നാവും നമ്മുടെ ബോഡി, എസ്പെഷ്യലി നമ്മുടെ കൈയിൻ്റെ ഈ ഭാഗം, അതുപോലെ തന്നെ നമ്മുടെ തുടകളൊക്കെ ഇങ്ങനെ ഭയങ്കര ലൂസാവും, നമ്മുടെ വയറിൻ്റെ ഹിപ്പിൻ്റെ ഏരിയ ഒക്കെ ഇങ്ങനെ ബിളിന്ന് ഇങ്ങനെ കെടുക്കും. അതൊക്കെ മസിൽ ലോസ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ ഫേസൊക്കെ ഇങ്ങനെ തൂങ്ങി തുടങ്ങും. അപ്പോൾ മൊത്തത്തിൽ മസിൽ സ്ട്രെങ്തനിങ് വേണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം അതനുസരിച്ച് നമുക്ക് വർക്കൗട്ട് തരണം. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ നല്ലൊരു കോച്ചിൻ്റെ സപ്പോർട്ടും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് നല്ല സപ്പോർട്ടുള്ള കോച്ചാണ് ഞങ്ങളുടെ. അപ്പോൾ അതുപോലെ തന്നെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അങ്ങനെയും കൂടി ഉണ്ടെങ്കിലാണ് കാര്യമുള്ളൂ. കാരണം നമ്മളൊരു ബിഗിനറാണ്, നമുക്ക് ജിമ്മിനെ കുറിച്ചൊന്നും അറിയാണ്ട് നമ്മളവിടെ പോയി നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യമില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി പോരാന്നല്ലേ ഉള്ളൂ. പക്ഷേ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആ ജിമ്മിൽ പോയപ്പോൾ കേട്ടോ. പിന്നത്തെ കാര്യം എനിക്ക് വന്ന മാറ്റങ്ങൾ. പക്ഷെ അതിൻ്റെ ഇടയിലൊരു കാര്യമുണ്ട്. ജിമ്മ് എന്ന് പറഞ്ഞാൽ 80% നമ്മൾ ഡയറ്റും 20% ജിമ്മുമാണ്. അത് എന്താ പറയുക ഷുവറായിട്ടുള്ള കാര്യം കേട്ടോ. കാരണം നമ്മൾ ജിമ്മിൽ പോയി കുറേ കിടന്ന് വർക്കൗട്ട് ചെയ്തിട്ട് വീട്ടിൽ വന്ന് ഡയറ്റൊന്നും നോക്കിയില്ലെങ്കിൽ വലിയ മെച്ചം ഉണ്ടാവില്ല. നമ്മൾ വിചാരിച്ച ആ ഒരു ഭയങ്കരമായ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സക്സസ് നമുക്ക് ഉണ്ടാവില്ല. അപ്പം അത് കാരണം ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ എന്താ ചെയ്തതെന്നുള്ളത്. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് മെയിനായിട്ട് എൻ്റെ ഈ അടിവയറിൻ്റെ ആ ഭാഗം കുറച്ച് ചാടിയിട്ടുണ്ടായിരുന്നു. അത് വല്ലാണ്ട് അറിയില്ല. പക്ഷെ ഇങ്ങനത്തെ ജീൻസൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് അറിയും. പക്ഷേ എനിക്ക് മെയിനായിട്ട് വയറ് നല്ലോണം കുറഞ്ഞു. രണ്ടാമത്തെ കാര്യം ഈ പോർഷൻ അങ്ങോട്ട് ഒതുങ്ങി. അതായത് ഇങ്ങനത്തെ ഷേപ്പ് കറക്റ്റ് വന്നു. നമുക്ക് ഇവിടെ തൂങ്ങി കിടക്കണ ഞാൻ നാളും പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ ഇന്നർ വെയർ ഒക്കെ ഇടുമ്പോൾ ഇവിടെ ഒരു സാധനം നിൽക്കില്ലേ, നമുക്കിങ്ങനെ എക്സ്ട്രാ ചാടിയിട്ട് അത് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് പോയി. മൊത്തത്തിൽ നമുക്ക് ഇവിടെ നല്ല ഷേപ്പായി. നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് നല്ല ടൈറ്റ് ആയിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ ഈ പോർഷൻ കണ്ട നല്ലോണം ലൂസായിട്ടൊക്കെ എടുക്കണം. എൻ്റെ പാൻറ് വരെ പോയി തുടങ്ങി. അപ്പോൾ ആ ഒരു നല്ല വ്യത്യാസം. പിന്നെ ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും വെയിറ്റ് നോക്കരുത്. കാരണം വെയിറ്റ് ഗെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ഗെയിൻ ചെയ്യും. കാരണം നമ്മുടെ മസിൽസ് നല്ലോണം നമുക്ക് ഗ്രോത്ത് വരുമ്പോൾ ആ മസിൽസിൻ്റെ ആ ഒരു വെയിറ്റ് നമുക്ക് വരും. പക്ഷേ നമുക്ക് ഇഞ്ചസ് നല്ലോണം കുറയും. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്ലിമ്മായി നല്ല ബോഡി ഷേപ്പ് ആവും. പക്ഷെ നമ്മളെ വെയിറ്റ് അയ്യോ ഞാൻ വന്നപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു ഇപ്പം ഇത്രയായാലോ എന്ന് വിചാരിക്കരുത്. നമ്മുടെ വെയിറ്റ് കൂടുന്നത് മസിൽസിൻ്റെ ആ ഒരു ഗ്രോത്ത് ആണ്. അപ്പം എൻ്റെ എല്ലാ ഡ്രസ്സിൻ്റെയും കൈ നോക്കി കഴിഞ്ഞാൽ അറിയാം നല്ല ഫിറ്റാണ്. കാരണം മസിൽസ് നല്ല രീതിക്ക് തന്നെ എനിക്ക് ഗ്രോത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. മസിൽ ഗ്രോത്ത് നല്ലോണം ഉണ്ട്. അതുപോലെ നമ്മുടെ തുടയൊക്കെ ഉണ്ടല്ലോ, തുടയുടെ അവിടെയൊക്കെ ഇങ്ങനെ നല്ല രീതിക്ക് തന്നെ ടൈറ്റായിട്ട് മസിൽ ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ടൈറ്റായിട്ട് വരും. അതുപോലെ ബട്ടക്സ് ഒക്കെ നല്ലോണം ഉറയ്ക്കും. നമ്മുടെ വയറൊക്കെ നല്ലോണം ടൈറ്റ് ആവും. ഈ പോർഷനൊക്കെ നല്ലോണം ഉറയ്ക്കും. ഈ 3 മാസം കൊണ്ടാട്ടോ എനിക്ക് നല്ല വ്യത്യാസമാണ് വന്നത്. അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാണ്ടിരിക്കാൻ പറ്റണില്ല. കാരണം എന്നോട് കുറേ പേര് ചോദിക്കണു. പിന്നത്തെ കാര്യം നമ്മുടെ ഈ ഒരു സംഭവമില്ലേ, നമ്മുടെ ജോ ലൈൻ, ഇത് നല്ല രീതിക്ക് തന്നെ എടുത്തറിയും. നമ്മുടെ നെക്ക് കുറച്ചൊന്ന് സ്ലിമ്മായിട്ട് കഴുത്ത് നെക്കിൽ ഇങ്ങനെ വെച്ച മാതിരി ഇരിക്കും. കൊണ്ടുവന്ന് വെച്ച മാതിരി ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് രണ്ടും കൂടി ഇരിക്കാണ്ട് കണ്ടില്ലേ ജോ ലൈനൊക്കെ നല്ല രീതിക്ക് തന്നെ. പിന്നെ ഞാൻ മെലിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ മറ്റുള്ളവരുടെ മാറ്റങ്ങളിൽ നമുക്ക് കാണുമ്പോൾ അറിയാം. ഒത്തിരി വണ്ണമുള്ളവരൊക്കെ ആണെങ്കിലും അവരുടെ മാറ്റങ്ങൾ 3 മാസം നമ്മൾ കാണണമല്ലേ. അപ്പോൾ അവർക്കാണെങ്കിലും ജോലൈനൊക്കെ എടുത്ത് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാറ്റങ്ങളൊക്കെ നമുക്ക് ഈ 3 മാസത്തിൽ വരും. നല്ല രീതിക്ക് പറഞ്ഞാൽ നമ്മൾ അവിടെ കിടന്ന് കഷ്ടപ്പെടല്ല. നമ്മൾക്ക് തന്നിട്ടുള്ള നമുക്ക് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാം. ലെഗ് ഡേ ആണ് എനിക്ക് ഭയങ്കര റിലാക്സ് ചെയ്യുന്ന ദിവസം. കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മനസ്സമാധാനമാണ്. പിന്നെ ജിമ്മിൽ പോയിട്ടുള്ള വേറെ ഗുണങ്ങൾ മാനസികമായിട്ട് ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണെന്നറിയില്ല, എല്ലാവരും പറഞ്ഞ ഡോപ്പമിൻ കൂടുന്നതൊക്കെ. പക്ഷെ നല്ല സന്തോഷമാണ്. ജിമ്മിൽ ഇന്ന് പോയി കഴിഞ്ഞാൽ ഇന്ന് ദിവസം ഫുള്ള് സന്തോഷമാണ്. കാര്യം നമുക്ക് വേറെ മറ്റുള്ള മനസ്സിൽ വിഷമങ്ങളൊക്കെ വന്നെങ്കിലും
നമുക്ക് വേണ്ടി എന്തോ ചെയ്തു എന്നുള്ളൊരു സന്തോഷം നമുക്ക് എല്ലാവർക്കും കിട്ടും. അത് എല്ലാവർക്കും കിട്ടുന്നുണ്ടാവും. ജിമ്മിൽ വരുന്നവരൊക്കെ നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്യണം, എനിക്ക് ഓക്കെ ആണ്, എനിക്കത് ചെയ്തെടുക്കണം എന്നുള്ള ഒരു മനസ്സോടു കൂടി വരുന്നവർക്ക് നമുക്ക് ജിമ്മിൽ വന്നാൽ നിർത്താൻ പറ്റില്ല. അതായത് ഇന്ന് നാളെ ഇപ്പം നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് നാളെ ജിമ്മിന് പോകണം എന്നുള്ള ചിന്ത മാത്രമായിരിക്കും. എനിക്ക് അങ്ങനെയായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ ഡിസംബറിൽ വീട്ടുകാരായിട്ട് ഒരു ട്രിപ്പ് പോയി. അങ്ങനെ 4 ദിവസം പോയി. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഞാൻ ട്രിപ്പ് പോയാലും ഞാനത് വാമപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഒരാഴ്ച പനിയായിട്ട് അതാണ് എനിക്ക് ഏറ്റവും വിഷമം. ഒരാഴ്ച എനിക്ക് ചുമയോ പനി, ഇപ്പോഴും അങ്ങോട്ട് സൗണ്ട് ശരിയാവണില്ല, ഇടയ്ക്കിടയ്ക്ക് ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ അത് വന്നിട്ട് എനിക്ക് ഒരു ബ്രേക്ക് വന്നു 1 വീക്ക്. പക്ഷെ ഞാൻ എൻ്റെ ഇതൊന്ന് സെറ്റായപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ കുറച്ചൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഫുഡ് നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് പോയില്ലെങ്കിൽ ഭയങ്കര ഒരു മാനസിക സംഘർഷമാണ്. അതിപ്പോൾ ജിമ്മിൽ പോണവരെ എങ്ങനെയാണെന്ന് അറിയില്ല. പോയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര മാനസിക സംഘർഷമാണ്. എനിക്ക് ഒന്ന് പോകാൻ പറ്റിയില്ല. ഇന്നത്തെ ദിവസം എന്തോ ഒരു മിസ്സിങ് പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഡള്ളായിട്ടിരിക്കണം മാതിരി തോന്നും. അത് ഞാൻ വലിയ പൊക്കി പറയുന്നൊന്നല്ല, പക്ഷെ അത് പോയി ജിമ്മിൽ സ്ഥിരമായിട്ട് പോണവർക്ക് വേണമെങ്കിൽ അറിയണ്ടാവും. അതായത് നമുക്ക് വേണ്ടി പോകണമെന്ന് വിചാരിച്ച് പോണവർക്ക് വേണമെങ്കിൽ അറിയുന്നുണ്ടാവും കേട്ടോ. അപ്പം അത്രയുള്ള കാര്യങ്ങൾ. പിന്നത്തെ കാര്യം വന്നിട്ട് ജിമ്മിൽ പോകുമ്പോൾ ഫുഡിൻ്റെ കാര്യമാണ്. അപ്പം ഞാൻ രാവിലെ ഞാൻ പറയാറില്ല, ഞാനൊരു ഡ്രിങ്ക്, അതായത് നമുക്ക് വെയിറ്റ് മാനേജ് ചെയ്യാനും വയറിനൊക്കെ സ്റ്റൊമക്കിനൊക്കെ നല്ലതാണ്, ഒരു ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യണ്ടായിരുന്നു. അത് കുടിക്കും. പിന്നെ നമ്മുടെ ABCയുടെ പൗഡർ ഉണ്ട്. അത് എന്നുമല്ല, ആഴ്ചയിൽ ഒരു 5-6 ദിവസം കുടിക്കും, ചിലപ്പോൾ 5 ദിവസം കുടിക്കും. അത് കുടിക്കാറുണ്ട്. പിന്നെ ഞാൻ രാവിലെ ഒന്നും കഴിക്കാറില്ല. പിന്നെ ഞാൻ നേരെ ജിമ്മിലാണ് പോയി. കാരണം പുലർച്ചെ ഞാൻ പോവും. പിന്നെ തിരിച്ചു വന്നാൽ ഞാൻ കഴിക്കണ ഒരു കാര്യമാണ്. തിരിച്ചു വരുമ്പോൾ ഞാൻ ജിമ്മ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിലാസെറപ്സിൻ്റെ സ്മൂത്തി പൗഡറാണ്. ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നമുക്ക് വിശക്കില്ല, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഞാൻ പിന്നെയും എടുത്ത് പറയുന്നത്, വിശപ്പ് നല്ല രീതിക്ക് തന്നെ കൺട്രോൾ ആവും. നമുക്ക് കൺട്രോൾ ആവും. അതായത് രാവിലെ നമ്മളിത് കഴിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇടയ്ക്ക് ഒരു സ്നാക്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുറിക്കണമെന്നോ അങ്ങനെ ഒന്നും തോന്നില്ല. വയറ് നല്ല ഫില്ലായിട്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ നിലാസെറപ്സിൻ്റെ സ്മൂത്തി പൗഡർ. നിങ്ങൾക്ക് നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് സ്മൂത്തി ഒന്ന് ട്രൈ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്. നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. മുടി വളർച്ചയ്ക്കൊക്കെ ഫ്ലാക്സ് സീഡൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബദാം, അങ്ങനെ ഒരുപാട്. പിന്നെ നമുക്ക് അവക്കാഡോ, അതുപോലെ പൊമഗ്രാനൈറ്റ്, അതുപോലെ ആപ്പിള്, ബനാന, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സിനും പ്രീമിയം ഫ്രൂട്ട്സുകളും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് പാലങ്ങനെ യൂസ് ചെയ്യാറില്ല. പാൽ എനിക്ക് അത്ര നല്ലതല്ല എൻ്റെ ബോഡിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചൂടുവെള്ളത്തിലാണ് ഇത് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ ഇതൊരു സ്മൂത്തി മാതിരി, ഷേക്ക് മാതിരി ഉണ്ടാക്കുക. അതായത് കുറച്ച് 1 ടീസ്പൂൺ അൺസ്വീറ്റ് ഉണ്ട്, നമ്മുടെ പീനട്ട് ബട്ടറും പിന്നെ 1 ഡേറ്റ്സും ഇട്ടിട്ട് മിക്സിയിലൊന്ന് അടിക്കും. പക്ഷെ ഇതങ്ങനെ ചെയ്യണമെന്നില്ല. ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇത് 2 ടീസ്പൂൺ മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കുക. ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റാവും, കുറച്ച് തിക്കാവും. ക്രീമി അവക്കാഡോ ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്രീമി ടെക്സ്ചർ ആവും. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ കുടിക്കാം. അല്ല നിങ്ങൾക്ക് നേരെ ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇപ്പോൾ ചൂടുപാലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടിച്ച് കുടിക്കണമെങ്കിൽ അങ്ങനെ. അപ്പോൾ കുറച്ചും കൂടി സ്മൂത്ത് ആൻഡ് തിക്നെസ് കൂടും. അങ്ങനെ കുടിക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇതിപ്പോൾ സ്റ്റിക്കർ, ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്റ്റിക്കർ ഇല്ല, പക്ഷെ സ്റ്റിക്കർ ഉണ്ട്. അപ്പോൾ അതുമ്പോൾ നമുക്ക് എല്ലാം ഉണ്ട് എങ്ങനെ കുടിക്കണം എന്നൊക്കെ ഉള്ളത്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഞാൻ 2 മുട്ട എടുക്കാറുണ്ട്. അതിൽ 1 മുട്ട ഫുള്ളായിട്ട് കഴിക്കും. 1 മുട്ടയുടെ മഞ്ഞ, എനിക്ക് മഞ്ഞ അങ്ങോട്ട് വലിയ ഇഷ്ടമല്ലേ കഴിക്കുക. അതാണ് മെയിനായിട്ട് കാര്യം. 1 മുട്ട ഞാൻ കഷ്ടപ്പെട്ട് മുഴുവൻ കഴിക്കും. പിന്നത്തെ 1 മുട്ടയുടെ വെള്ളയെ കഴിക്കാം. അപ്പം അങ്ങനെയാണ്. പിന്നെ ഞാൻ പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കുന്നത് കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ജിമ്മിൽ പോയി അത്യാവശ്യം വർക്കൗട്ട് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നമ്മുടെ ജിമ്മിൽ അങ്ങനെ പ്രോട്ടീൻ അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കലില്ല എന്നാണ് ഞാൻ കോച്ചിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സോഴ്സ് ഉണ്ടല്ലോ, പ്രോട്ടീൻ സോഴ്സുകളാണ് കഴിക്കുക നല്ലതെന്ന് പറഞ്ഞത്. പിന്നെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറ്റീഷ്യനെ കണ്ടിട്ട് നമ്മുടെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു. അപ്പം ഞാനതുകൊണ്ട് തന്നെ ഒരു ഫിസിക്കൽ ട്രെയിനർ പ്ലസ് നമുക്കൊരു ഡയറ്റീഷ്യൻ എനിക്കറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആളെ കണ്ട് കാര്യങ്ങളൊക്കെ ആളുടെ നിർദ്ദേശപ്രകാരം ഞാൻ വേ പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്. അത് ഞാൻ ജിമ്മ് കഴിഞ്ഞ് വന്ന വേ പ്രോട്ടീനെ കഴിക്കുക. അത് നോർമൽ തണുത്ത വെള്ളത്തിലാണ് ആ ഒരു വേ പ്രോട്ടീൻ കഴിക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. ചൂടുവെള്ളം അതായത് പാല് ആഡ് ചെയ്യണ്ട. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പാല് പറ്റില്ല. അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ വേ പ്രോട്ടീൻ കഴിക്കുന്നുണ്ട് കേട്ടോ. അതാണ് രാവിലെ അത് കഴിക്കുക. അപ്പോൾ ജിമ്മ് കഴിഞ്ഞ് വന്ന വേ പ്രോട്ടീൻ കഴിക്കുക. അത് ഞാൻ ജിമ്മിൽ പോയി 1 മാസം കഴിഞ്ഞിട്ടാണ് വേ പ്രോട്ടീൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഈ കുറച്ച് കഴിഞ്ഞിട്ട് സ്മൂത്തി കഴിക്കും. വേ പ്രോട്ടീൻ ഞാൻ ഇതുവരെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല. അത് ഏതാന്നുള്ളത് ഞാൻ കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് അവരവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ ഞാൻ ട്രൈ ചെയ്യേണ്ടാവില്ല, നിങ്ങൾക്ക് പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ തന്നെ വേണം നമ്മളത് കഴിക്കാൻ. നല്ലൊരു ഡയറ്റീഷ്യനെ കണ്ട് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത്
നമ്മൾ വേ പ്രോട്ടീൻ സെലക്ട് ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓപ്പണായിട്ട് സംസാരിച്ചിട്ട് വേണം ഇങ്ങനത്തെ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് ബ്രൗൺ റൈസ് ആണ് കഴിക്കുക. അതൊരു കയ്യിൽ ബ്രൗൺ റൈസ്, കുറച്ചധികം വെജിറ്റബിൾസും പിന്നെ വീട്ടിലുണ്ടാവുന്ന കറികളെല്ലാം. അപ്പോൾ ഞാൻ തോരൻ കൂടുതൽ ചീരയും മുരിങ്ങയിലൊക്കെ ആഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, പയറുവർഗ്ഗങ്ങളൊക്കെ. പിന്നെ എന്തെങ്കിലും ഒരു ചാറൂട്ട ഉണ്ടാവും. പിന്നെ ഞാൻ ഗ്രീക്ക് യോഗട്ട് ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സക്സസ് ആയിരുന്നു. യൂട്യൂബിലൊക്കെ കണ്ടിട്ട് തന്നെയാണ് അങ്ങനെ ഉണ്ടാക്കി, അടിപൊളിയായിരുന്നു. അപ്പോൾ അതെടുക്കും. അപ്പോൾ അങ്ങനെ കിട്ടി നമുക്ക് പ്രോട്ടീൻ സോഴ്സും അത്യാവശ്യം കാർബ്സൊക്കെ അതിലുണ്ടാവും. പിന്നെ ഞാൻ 4 മണിയാകുമ്പോൾ നട്ട്സൊക്കെ ഓൾറെഡി നമ്മുടെ ഇതിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ നട്ട്സ് വേണമെങ്കിൽ എനിക്ക് കഴിക്കണം തോന്നിയാൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും, അതായത് ഈ വാൾനട്ട് അതുപോലെ തന്നെ ആൽമണ്ട് അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുക. ഭയങ്കരമായിട്ട് ഇപ്പോൾ ക്യാഷ് പോലത്തെ ഐറ്റംസ് അങ്ങനെ കഴിക്കാറില്ല, അങ്ങനെയുള്ളൂ. പിന്നെ കാപ്പി ചായക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എവിടെയെങ്കിലും വീട്ടിൽ പോവുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുടിക്കേണ്ടി വരാറുണ്ട്. പക്ഷെ മധുരം ഇല്ലാണ്ടാണ് കുടിക്കാറ്. മധുരം പൂർണ്ണമായി ഒഴിവാക്കണം എന്നാണ് ഞാൻ ഈ ഒരു 2026 വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പൂർണ്ണമായി ഒഴിവാക്കൽ നമ്മൾ വേറെ എന്തെങ്കിലും സോഴ്സ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബർത്ത്ഡേ വന്നു അപ്പോൾ കഴിക്കണം, അതുപോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ കഴിക്കേണ്ടി വരാറുണ്ട്. എന്നാലും ഞാൻ പരമാവധി ഒരു ദിവസം ഞാൻ ഷുഗർ എടുക്കാൻ ശ്രമിക്കാറില്ല. പരമാവധി ഞാൻ ഒഴിവാക്കാറുണ്ട്. പിന്നെ ഫ്രൂട്ട്സിൽ നിന്നൊക്കെ കിട്ടുന്ന ഷുഗർ അങ്ങനെ കഴിക്കും. എന്താ പറയുക, തണ്ണിമത്തൻ, പൈനാപ്പിൾ, അതൊക്കെ എന്നല്ല ഇടയ്ക്കൊക്കെ മാറിയൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ കഴിക്കുക പേരയ്ക്കാട്ടോ, അത് നല്ലതാണ്. പിന്നത്തെ കാര്യം വൈകുന്നേരം ഞാൻ ചിലപ്പോൾ നമ്മുടെ ക്യുനോവൻ്റെ കഞ്ഞിയില്ലേ അത് കുടിക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ ഈ ഒരു സ്മൂത്തി കാലത്ത് എടുത്തില്ലെങ്കിൽ വൈകുന്നേരം എടുക്കും. അതിന് എടുക്കാൻ നല്ലതാണ്. പക്ഷെ ഉച്ചയ്ക്ക് അത്ര ബെറ്റർ ആവില്ല കേട്ടോ. ഉച്ചയ്ക്ക് എപ്പോഴും നമ്മൾ കുറച്ച് കാപ്സും കുറച്ച് പ്രോട്ടീനൊക്കെ മിക്സ് ചെയ്ത് അത്യാവശ്യം ഒരു നല്ലൊരു മീൽ നമുക്ക് കിട്ടണം. അപ്പോൾ അത് ഉച്ചയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വേറെ സമയത്ത് നല്ലൊരു മീൽ എടുക്കുക. അപ്പോൾ ഞാൻ ചിലപ്പോൾ വൈകുന്നേരം കഴിക്കും സ്മൂത്തി. അല്ലെങ്കിൽ ഞാൻ ചേട്ടന് ചിക്കൻ സാലഡ് ഉണ്ടാക്കും ചേട്ടന് വേണ്ടി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് എനിക്ക് മാറ്റി വയ്ക്കും, എന്നിട്ട് ഞാൻ കഴിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു റുട്ടീൻ വരുന്നത്. പിന്നെ ചിലപ്പോൾ എനിക്ക് രാവിലെ മുട്ടയൊന്നും കഴിക്കാൻ പറ്റില്ല, ഞാൻ വൈകുന്നേരം സ്ക്രാമ്പിൾഡ് എഗ്ഗ് പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കും. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഫുഡ് റുട്ടീൻ ശ്രദ്ധിക്കാണ്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് സക്സസ് ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ എപ്പോഴും അതിൻ്റെ ഒരു അങ്ങനെയാണല്ലോ, നമ്മളൊരു 80% നമ്മുടെ ഡയറ്റ് ശ്രദ്ധിച്ചാൽ തന്നെയാണ് 20% നമ്മൾ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ബോഡിയിൽ അത് വർക്കാവുള്ള ഫലം കാണുള്ളൂ എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ജിമ്മിൻ്റെ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് എത്രത്തോളം ഇത് യൂസ്ഫുൾ ആയി, നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടിയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. എനിക്ക് വയ്യായകൾ വരല്ലേ എന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുക. ചുമ, പനി, കാര്യങ്ങളൊന്നും ഇങ്ങനത്തെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ അത് കൂടുള്ളൂ. നമ്മളവിടെ പോയി വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. രണ്ടാമത്തെ കാര്യം, കഫ്കെട്ടും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വേർത്ത് തലയൊക്കെ ഇങ്ങനെ നനഞ്ഞ് കുളിച്ചിട്ട് വരുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കഫക്കെട്ട് കാര്യങ്ങളൊക്കെ വന്ന് അത് പെട്ടെന്ന് വരും, വേർപ്പ് താന്നിട്ടൊക്കെ. അപ്പം അതുകൊണ്ട് ഞാൻ പരമാവധി ശ്രദ്ധിക്കാൻ, നന്നായിട്ട് ഓർത്തെടുക്കാനൊക്കെ ഇപ്പം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം എനിക്ക് വേർപ്പ് കൂടുതലാണ്. ജസ്റ്റ് നമ്മൾ അത്യാവശ്യം വർക്കൗട്ട് ചെയ്താൽ തന്നെ വേർത്ത് കുളിച്ച് ഫുള്ളിങ്ങനെ പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മളിപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മുടെ വേർപ്പും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട്. അതൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ വേർപ്പ് താഴ്ന്നാണ് നമുക്ക് എന്തെങ്കിലേക്ക് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് തല കഴുകിയെടുക്കുക, പറ്റുന്നവരാണെങ്കിൽ പെട്ടെന്ന് തല കഴുകിയെടുക്കുക, വേർപ്പ് ഉണങ്ങി കഴിയുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. വല്ലാണ്ട് അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാണ്ട്. പിന്നെ എന്തെങ്കിലും വയ്യായി ഉണ്ടാകുമ്പോൾ പരമാവധി നമ്മളത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുത്ത് പോകാൻ ശ്രമിക്കുക. അതും വെച്ചിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൂടുതലാവാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും പനി, അങ്ങനത്തെ വൈറൽ ഫീവർ പോലത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അത്രയ്ക്കാണ് എനിക്ക് ഒരാഴ്ച അങ്ങനെ പോയി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞത്. പിന്നെ ജിമ്മിൽ പോകാതിരിക്കണവർ, ജിമ്മിൽ പോകാൻ മടിയുള്ളവർ, അതുപോലെ ജിമ്മിൽ പോകാനായിട്ട് സാധിച്ചിട്ട് നിങ്ങൾ വെറുതെ പോവാണ്ട് പൈസ കൊടുത്തിട്ടും പോവാണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ പോകണം. കാരണം അത് നമ്മുടെ ഒരു സെൽഫ് ലവ് ആണ് ജിമ്മിന് പോകണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം എനിക്ക് മടി പിടിച്ചിട്ട് എനിക്കങ്ങനെ പോയി വർക്കൗട്ട് ചെയ്യാൻ എനിക്ക് നാണാണെന്നൊക്കെ പറയുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇപ്പം ഞാൻ ചേട്ടനൊക്കെ കൂടുതൽ ഞാനാണ് ഓടിച്ചാടി പോകണം ജിമ്മിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും നല്ലതാണെന്ന് മനസ്സിലായതുകൊണ്ടാണ്. ഈ ഫിലിം സ്റ്റാർസും സിനിമാ നടികളും നടന്മാരൊക്കെ പോയി ജിമ്മിൽ അവർക്ക് എന്താ വെറുതെ ഒന്ന് തിന്നാൻ പോലെ എന്തോരെ കാശ് അവരുടെ കയ്യിൽ. പക്ഷെ അവർ പോകണം എന്താണെന്നറിയോ, അവരവരുടെ ബോഡി, അവരവരുടെ സ്കിന്ന്, അവരവരുടെ മുടി, ഇതിനൊക്കെ ബെനിഫിറ്റാണ് ജിമ്മിൽ പോകുമ്പോൾ. പക്ഷെ നമുക്ക് വീട്ടിലും ചെയ്യാട്ടോ വർക്കൗട്ടൊക്കെ. എങ്ങനെയാണെങ്കിലും വർക്കൗട്ട് ചെയ്താൽ മതി, ജിമ്മിൽ പോകണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാനത് പറഞ്ഞു, ഇവളിപ്പോൾ ജിമ്മിൽ പോയിട്ട് ഇപ്പോൾ ഇവളിപ്പോൾ ഫുള്ള് ജിമ്മെന്നായിന്ന് അങ്ങനെയൊന്നുമില്ല. നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗൈഡ് നമുക്കുണ്ട്. ഇപ്പോൾ ഓൺലൈൻ വഴിയൊക്കെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ.
നോ പ്രോബ്ലം. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ജിമ്മിലൊക്കെ പോകാൻ സാഹചര്യം ഉണ്ടായിട്ടും മടി പിടിച്ചിരിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടൊക്കെ ജിമ്മിൽ ഇപ്പോൾ ഒരു മാസത്തേക്ക് ഒരു വർഷത്തേക്ക് പൈസ കൊടുത്തിട്ട് എനിക്ക് വയ്യ പോകാന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊന്ന് പോയി നോക്കാം. ആദ്യമൊക്കെ നമുക്ക് കുറച്ച് പാട് തോന്നും. ഒരു 2-2.5-3 മാസത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. പിന്നെ നമുക്ക് ഭയങ്കര ഒരു റിലാക്സിങ് പോലെയാണ് ജിമ്മിൽ പോയിട്ട് വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ബോഡി നല്ല രീതിക്ക് തന്നെ ഷേപ്പ് ആവും. 2 കുട്ടികളുടെ അമ്മ എന്ന നിലയിൽ ജിമ്മിന് പോയതിന് ശേഷം എൻ്റെ വയറും എൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് കണ്ടിട്ട്. ഞാൻ കണ്ണാടിയിൽ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ കറക്റ്റ് നമുക്കൊരു ഷേപ്പാണ്. ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, കർവ്, അതൊക്കെ കറക്റ്റാണ് വന്നിട്ടുള്ളത്. ആ ഒരു എക്കും പൊക്കും ചാടി നമ്മൾ ബ്ലൗസൊക്കെ ഇടുമ്പോൾ ഇവിടെ ഒരു ഉണ്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒക്കെ പോയി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അത് ഞാൻ പറയുന്നത് വണ്ണം കൂടി അത്രയും എക്സ്ട്രീം ലെവൽ വണ്ണം വെച്ചിട്ട് അങ്ങനെ വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എത്രത്തോളം എൻ്റെ ബോഡിയിൽ അവിടെ ഇവിടെയും തൂങ്ങലുകളും ഉണ്ടായിട്ടുള്ളത് എനിക്കറിയാം. അപ്പം അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ചിലപ്പോൾ മെലിഞ്ഞവർക്ക് ചിലപ്പോൾ ഈ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവർക്കാണെങ്കിലും ബോഡി നമുക്ക് കറക്റ്റ് ഫിറ്റ്, നമുക്ക് വേണ്ട ഹൈറ്റിനനുസരിച്ചുള്ള ആ ഒരു വെയിറ്റ് വരാനും നല്ലതാണ് ജിമ്മിൽ. ഇപ്പോൾ ഹസ്ബൻഡിനെ കണ്ടില്ലേ, പക്ഷേ ഇപ്പം ആൾക്ക് ഒരു വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് അതായത് രാവിലെ പോയി ഒരു വൈകുന്നേരം വരെ അവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് ഇപ്പോൾ ഒരു 2-3 ആഴ്ച ആൾ ജിമ്മിൽ പോകണില്ല. പക്ഷെ ഞാൻ പോകുന്നുണ്ട്, ആള് പോകണില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആളുടെ വർക്കൗട്ട് ഒന്ന് നിർത്തി വെച്ചേക്കാം. പക്ഷെ അത് വർക്ക് കഴിഞ്ഞ ആൾ വീണ്ടും പോയി തുടങ്ങും. എന്നാലും ഇത്രയും ആൾ പോയതിൽ പെട്ടെന്ന് തന്നെ ആൾക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള ട്രെയിനിങ് ആണ് ആൾക്ക് കിട്ടുന്നത്. ആൾ വേറെ സ്ഥലത്താണ് പോകണം കേട്ടോ, എൻ്റെ അവിടെ ഇല്ല, ഞങ്ങൾ ലേഡീസ് ഓൺലി ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ലോങ് വീഡിയോ ആയിരുന്നു എനിക്കറിയാം, സോറി കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസും സന്തോഷവും ഒക്കെ നിങ്ങളുടെ അടുത്ത് പറയണം തോന്നി. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്താണ് എല്ലാം വന്ന് പറയാറ്. അപ്പോൾ അത് എനിക്ക് ഇതും ഷെയർ ചെയ്യണം തോന്നിയോണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട്, നിങ്ങൾക്ക് സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോവുക. പിന്നെ നമുക്കിപ്പോൾ പോകാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരുപാട് ഓൺലൈനും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ നല്ല ട്രെയിനേഴ്സിൻ്റെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മെഷീൻ വർക്കുകളല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെറിയ ഡമ്പൽസ് ഒക്കെ മേടിച്ച്, ഞാനിവിടെ ആദ്യം അങ്ങനെ ചെയ്തിരുന്നത്. അങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ അവിടെ പോയപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾക്ക് എൻ്റെ ബോഡി ഫ്ലെക്സിബിൾ ആയിരുന്നു. യോഗ കാര്യങ്ങളൊക്കെ ചെയ്ത് ബോഡി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുനിഞ്ഞ് നമുക്ക് മുട്ടുമ്മയ്ക്ക് തല മുട്ടിക്കാൻ പറ്റും. ചിലർക്ക് വയറുകൊണ്ടും പിന്നെ അങ്ങനെ ഇവിടെ ഒന്നും ഫ്ലെക്സിബിൾ അല്ലാണ്ടും പറ്റില്ല. എനിക്ക് പറ്റൂട്ടോ. അതായത് നമ്മുടെ മുട്ട്, ഈ നെറ്റി ഭാഗം നമ്മുടെ മുട്ടുമ്മയ്ക്ക് മുട്ടിച്ചിട്ട് നിൽക്കാൻ. കാരണം അതൊക്കെ നമ്മൾ യോഗ കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്ലെക്സിബിൾ ആയിട്ടാണ്. അത് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ അത് ചെയ്യായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കതും നല്ലതാണ്, നമ്മുടെ ബോഡി നല്ലോണം ഫ്ലെക്സിബിൾ ആവും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് വീട്ടിൽ ചെയ്യാം. പരമാവധി എന്തെങ്കിലുമൊക്കെ ഒരു വർക്കൗട്ട് ഒരു 1 hour എല്ലാവരും ചെയ്യുക. അത് നമുക്ക് നല്ലതാണ്, നമ്മുടെ ബോഡിക്ക് നല്ലതാണ്, ഹെൽത്തിന്. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുള്ളപ്പോൾ 3 മാസമായി ജിമ്മിന് പോയിട്ട് ഇനി പോയിട്ടൊരു ബോഡി ചെക്കപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എത്രത്തോളം മാറ്റങ്ങളൊക്കെ വന്നു. എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷേ ഞാൻ അത്യാവശ്യം വീട്ടിൽ വർക്കൗട്ട് ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ പിന്നെ ഡയറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണ്ട. ഞാൻ അങ്ങനെ ആവശ്യമില്ലാണ്ടുള്ള സാധനങ്ങളൊന്നും കഴിക്കലില്ല. എന്നാലും ഞാൻ ഈ ജിമ്മിൽ പോയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ എനിക്ക് ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അറിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നത്തെ റിപ്പോർട്ട് വെച്ച് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ഞാൻ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ അടുത്ത് തന്നെ പോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.